പാല കേരള രാഷ്ട്രീയത്തിലെ നിർണായകമായ ഒരു ചതുരംഗക്കളം. വർഷങ്ങളായി KM മാണിയുടെ തണലിൽ വളർന്ന ഈ മണ്ണ് ഇത്തവണ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പുതിയ ജനവിധി എഴുതിയിരിക്കുകയാണ്. വോട്ടെണ്ണി കഴിഞ്ഞാൽ ആർക്കും വ്യക്തമായ ഭൂരിപക്ഷമില്ലാത്ത അവസ്ഥ. കേരള കോൺഗ്രസ് എമ്മിന് ഭരണം നിലനിർത്താൻ ആവശ്യമായ 14 സീറ്റുകൾ ലഭിച്ചില്ല. പക്ഷേ അവിടെയാണ് കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ബുദ്ധി തെളിഞ്ഞത്. ബിനു പുളിക്കക്കണ്ടം എന്ന പോരാളിയെ ചതിയിലൂടെ പുറത്താക്കിയ LDF-ന് അതേ നാണയത്തിൽ തന്നെ UDF മറുപടി നൽകി. വെറും 10 സീറ്റുമായി നിന്ന UDF ബിനു പുളിക്കക്കണ്ടത്തിന്റെ നേതൃത്വത്തിലുള്ള സ്വതന്ത്രരുടെ പിന്തുണ ഉറപ്പാക്കി. ബിനുവിന്റെ മകൾ 21 വയസ്സുകാരിയായ ദിയ പുളിക്കക്കണ്ടത്തെ ചെയർപേഴ്സൺ ആക്കിക്കൊണ്ട് കോൺഗ്രസ് ഒരു വിപ്ലവകരമായ തീരുമാനമെടുത്തു. യുവത്വത്തിന് മുൻഗണന നൽകുന്ന ജനകീയ മുഖമുള്ള ഒരു ഭരണസമിതിയെ പാലായ്ക്ക് സമ്മാനിക്കാൻ കോൺഗ്രസിന് സാധിച്ചു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ അധ്യക്ഷ എന്ന റെക്കോർഡ് ഇനി പാലായ്ക്കും കോൺഗ്രസിനും സ്വന്തം. എവിടെയാണ് LDF-ന് പിഴച്ചത്? അഹങ്കാരവും ഘടകകക്ഷിയോടുള്ള അമിത വിധേയത്വവുമാണ് CPM-നെ ചതിച്ചത്. ബിനു പുളിക്കക്കണ്ടത്തെ ചെയർമാനാക്കുന്നതിനെ കേരള കോൺഗ്രസ് എം എതിർത്തപ്പോൾ അത് പാലായുടെ ജനവികാരത്തിനെതിരെയുള്ള യുദ്ധപ്രഖ്യാപനമായിരുന്നു. ജോസ് കെ മാണിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി സ്വന്തം നേതാവിനെ തള്ളിപ്പറഞ്ഞ CPM-ന് ഇന്ന് ലഭിച്ചത് കനത്ത തിരിച്ചടിയാണ്. 1985-ന് ശേഷം ആദ്യമായി പാലാ നഗരസഭയുടെ പടിക്ക് പുറത്തു നിൽക്കേണ്ടി വന്ന കേരള കോൺഗ്രസ് എമ്മിന് ഇതൊരു പാഠമാണ്. തന്റെ മകളെ അധ്യക്ഷയാക്കിക്കൊണ്ട് ബിനു പുളിക്കക്കണ്ടം നടത്തിയ നീക്കത്തിന് പിന്നിൽ കോൺഗ്രസിന്റെ ഉറച്ച പിന്തുണയുണ്ടായിരുന്നു. ബിനുവിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവർ ഇന്ന് ബിനുവിന്റെ മകൾക്ക് മുന്നിൽ തോറ്റു തൊപ്പിയിട്ടിരിക്കുന്നു. ഇത് വെറും ഒരു ഭരണമാറ്റമല്ല, ഇതൊരു രാഷ്ട്രീയ മുന്നറിയിപ്പാണ്. കോൺഗ്രസ് തളർന്നിട്ടില്ലെന്നും കൃത്യമായ സമയത്ത് കൃത്യമായ കരുക്കൾ നീക്കാൻ കൈപ്പത്തിക്ക് കരുത്തുണ്ടെന്നുമുള്ള മുന്നറിയിപ്പ്. ഷാജു തുരുത്തനും ബെറ്റിയും റിയ ചിറംകുഴിയും മായ രാഹുലും അടങ്ങുന്ന കരുത്തരായ കൗൺസിലർമാരുടെ നിരയുമായി പാല ഇനി വികസനത്തിന്റെ പുതിയ പാതയിലേക്ക്. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള ജോസ് കെ മാണിയുടെ പ്രതികരണം നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ കേരള കോൺഗ്രസിന്റെ അഭിപ്രായം ഇവിടെ തന്നെ ഞാൻ തന്നെ പറഞ്ഞു, മാൻഡേറ്റ്, ജനങ്ങളുടെ മാൻഡേറ്റ് പ്രതിപക്ഷത്ത് ഇരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അബ്സല്യൂട്ട് മെജോറിറ്റി ലഭിച്ചിട്ടില്ല. നമുക്ക് 12 ആണ്, നമുക്ക് 14 വേണം. 13 ആയെങ്കിലേ ടൈ വരികയുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ആ നിലപാടെടുത്ത് മുന്നോട്ട് പോവുകയുണ്ടായി. അപ്പോൾ എല്ലാവരും കൗൺസിലർമാരെല്ലാവരും ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് മുന്നോട്ട് പോകും. ഒരു ക്രിയാത്മകമായ പ്രതിപക്ഷമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. ചർച്ചകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അല്ല, ഇതിനകത്ത് ഞാൻ സൂചിപ്പിച്ചിരുന്നല്ലോ, ഇതിനകത്ത് മാൻഡേറ്റ് ഇതാണ്. പക്ഷേ കേരള കോൺഗ്രസിൻ്റെയും ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെയും നിലപാടിനോടും ആശയത്തോടൊപ്പം ആ രീതി നോക്കുന്നുണ്ടെങ്കിൽ എന്താണ് എന്നുള്ളത് ബാക്കി പരിശോധിക്കാം എന്നുള്ളത്. ഒരു കുടുംബം അത് മാത്രമല്ല, അത് ഈ സ്ഥാനാർത്ഥികളെ 3 സ്ഥാനാർത്ഥികളെ നിർത്തി കഴിഞ്ഞപ്പോഴും UDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചതാണ്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് അവർ വന്നിരുന്നു എന്ന് പറഞ്ഞാൽ UDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് ആ UDF പ്രഖ്യാപിക്കുകയും UDF വേറെ സ്ഥാനാർത്ഥിയെതിരെ നിർത്തുകയും ചെയ്തിട്ടില്ല. പിന്നെ ഇതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത് ചർച്ച എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു കുടുംബത്തിന്റെ വിലപേശലിന് മുന്നിൽ കോൺഗ്രസ് കീഴടങ്ങിയെന്ന് കരുതാൻ അല്ല, അത് ഏത് രീതിയിലാണെന്ന് നിങ്ങൾ അത് പരിശോധിക്കുക, കാണാൻ പറ്റുന്നുണ്ടല്ലോ. അത് അതിൻ്റെ ചെയർമാനും വൈസ് ചെയർമാനും ഒക്കെ വരുമ്പോൾ ഏത് രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കണം എന്നുള്ളത് തീർച്ചയായിട്ടും ഇവിടെയുള്ള നല്ലവരായ ജനങ്ങൾക്ക് അറിയാൻ പറ്റും. അത് വരട്ടെ. നമുക്കറിയാമല്ലോ, നിയമസഭയിൽ എത്രയോ മുനിസിപ്പാലിറ്റികൾ പോയിട്ടുണ്ട്, എത്രയോ പഞ്ചായത്തുകൾ പോയിട്ടുണ്ട്, എത്രയോ പഞ്ചായത്തുകൾ തിരിച്ചു പിടിച്ചിട്ടുണ്ട്. പ്രാദേശികമായ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഞാൻ എപ്പോഴും പറയുന്നത്, ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ആവർത്തനമല്ല മറ്റു തെരഞ്ഞെടുപ്പും. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടു, അതിന് മുമ്പത്തെ പ്രാവശ്യം നമ്മൾ കണ്ടു. വരട്ടെ, ഇവരെല്ലാവരും പോകും. ചെയർപേഴ്സൺ സ്ഥാനാർത്ഥി ഉണ്ടാകും, വൈസ് ചെയർമാൻ സ്ഥാനാർത്ഥി ഉണ്ടാകും, വൈസ് ചെയർമാൻ സ്ഥാനാർത്ഥി. അതെ, അപ്പോൾ അതിനകത്ത് ഒന്ന് നമ്മുടെ ചെയർമാൻ സ്ഥാനാർത്ഥിയായിട്ട് ബെറ്റി ഷാജു ഉണ്ടാകും. അതുകൂടാതെ വൈസ് ചെയർമാൻ സ്ഥാനാർത്ഥിയായിട്ട് പാർലമെന്ററി പാർട്ടി ലീഡറായിട്ടുള്ള നമ്മുടെ ബിജു പാലിപ്പടം ഉണ്ടാകും.